Welcome to XY's Malayali's channel. Don't forget to subscribe. സാമ്പത്തിക ഇടപാടുകൾ ഡിജിറ്റലാക്കണം. എത്ര മനോഹരമായ ആശയമാണല്ലോ. സർക്കാർ പറയും എല്ലാം ഡിജിറ്റലാക്കണം. നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ, നമ്മൾ കള്ളപ്പണക്കാരല്ല, പിന്നെ എങ്ങനെ നമ്മൾക്ക് പ്രശ്നമുണ്ടാവും? പക്ഷേ അതിന്റെ ഉള്ളറകൾ തൊട്ടറിഞ്ഞാൽ മനസ്സിലാവും, ഇത് നമ്മളെ രക്ഷിക്കാനല്ല, നമ്മളെ കെണിയിൽപ്പെടുത്താനാണെന്ന്. ഇതൊന്ന് കേൾക്കൂ. ഒരാൾ മറ്റൊരാൾക്ക് 9 ലക്ഷം രൂപ കടം കൊടുക്കുന്നു. പകരം ചെക്ക് എഴുതി വാങ്ങി. പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ തിരിച്ചു കിട്ടിയില്ല. കേസ് കോടതി കയറി. കീഴ്ക്കോടതി കടം വാങ്ങിയവനെ 1 വർഷം തടവിന് ശിക്ഷിച്ചു. പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് മറ്റൊന്നാണ്. കടം വാങ്ങിയവൻ പറയുന്നു, ഞാൻ കടം വാങ്ങിയത് ശരിയാണ്, പക്ഷേ 9 ലക്ഷം രൂപ ക്യാഷായിട്ടാണ് കിട്ടിയത്. അതായത് നിയമം മറികടന്ന രീതിയിലാണ് ഇടപാട് നടന്നത്. അതിനാൽ തിരിച്ചു കൊടുക്കേണ്ടതില്ല. അത് കേട്ട ഹൈക്കോടതി അതും അംഗീകരിച്ചു. അവസാനം വിധി പറഞ്ഞത് ഇതാണ്: ഇനി 20,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ക്യാഷായി കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടാമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ഇതൊരു കണക്കിനു മാത്രമല്ല. ഇനി ഇതാ മറ്റൊരു വാർത്ത. ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണമുള്ളവർക്കും നിയന്ത്രണങ്ങൾ വരുന്നു. ബാലൻസ് എത്രയെന്നറിയാൻ ചാർജ്, ട്രാൻസ്ഫർ ചെയ്യാൻ ചാർജ്, പേഴ്സിൽ കൈയിലിട്ടിരിക്കുന്ന പൈസ നോക്കാൻ ഒരു പൈസ പോലും ചെലവില്ലല്ലോ. ഇവിടെയും ചാർജ്, അവിടെയും ചാർജ്. എല്ലാം ഡിജിറ്റലാക്കണമെന്നുള്ള നിർദ്ദേശം എങ്ങനെ ഒരു പാവപ്പെട്ടവന്റെ കീശ കാലിയാക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറുന്നു എന്ന് മനസ്സിലാവുന്നില്ലേ? അവസാനം മനസ്സിലാവുന്നത് ഇതുതന്നെയാണ്. നമ്മുടെ ദേശസ്നേഹം ശുദ്ധസങ്കല്പം മുതലാക്കി അവർ നമ്മെ ഒരു കുഴിയിൽ തള്ളിച്ചു. ട്രാൻസാക്ഷൻ ചാർജുകളാണ് ആ കുഴിയുടെ അടിത്തറ. നാം നേരത്തെ കൊടുക്കുന്നത് ഇൻകം ടാക്സ്, GST, സെസ്, സർവീസ് ടാക്സ് എല്ലാം കഴിഞ്ഞിട്ടും. ഇനി ബാങ്കിൽ തന്നെ പൈസ വെച്ച് കൈമാറാൻ പണമേ വേണ്ടിവരൂ. അങ്ങനെ നോക്കിയാൽ കക്കാൻ വരുന്നവരും കൊള്ളപ്പലിശക്കാരുമാണ് ഇനി സത്യസന്ധർ. നാളെ എന്തുവരും? ഡിജിറ്റൽ പണമല്ലാതെ മറ്റൊന്നും അംഗീകരിക്കില്ല. ബാലൻസ് നോക്കാനും മിനിമം ട്രാൻസ്ഫറിനും വാർഷിക ഫീസ്. നിങ്ങളുടെ എല്ലാ ചെലവുകളും ട്രാക്ക് ചെയ്യും. സ്വകാര്യതയില്ല. മുൻകൂട്ടി നിശ്ചയിച്ച ചാർജുകൾ കൂടും. നാം ഇന്ന് കൈയടിക്കുന്നതും വിശ്വസിക്കുന്നതും നാളെയുടെ സാമ്പത്തിക അടിമത്തത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. Thank you for watching.